ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പോ അനീഷിനെയും ഷാനവാസിനെയും ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഇവരെ രണ്ടുപേരെയും ജയിലിൽ കയറ്റാൻ നേരത്താണ് ഞാനൊരു കാര്യം ഓർത്തത്. ഈ പാടാൻ വേണ്ടി അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന അത്രയും പേരില് ആകെ അനുമോളും പിന്നെ ലക്ഷ്മിയും ആദിലയും ഒക്കെ ജയിലിൽ പോയിട്ടുള്ളൂ. ബാക്കി ആരും തന്നെ ജയിലിൽ ഒരു തവണ പോലും പ്രവേശിച്ചിട്ടില്ല. കളിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലമാണല്ലോ ഈ ജയിൽ എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം കളിച്ച് സേഫ് സോൺ വിട്ട് പുറത്തേക്ക് വന്ന് ഗെയിം കളിക്കണം, എന്നാൽ മാത്രമേ ഈ ജയിലിലൊക്കെ പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അക്ബർ ജയിലിൽ പ്രവേശിച്ചിട്ടില്ല, ആര്യം പ്രവേശിച്ചിട്ടില്ല, ബിന്നി പ്രവേശിച്ചിട്ടില്ല, നൂറ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ഈ 4-5 പേര് ഇവര് നല്ല ഒന്നാന്തരം ഒരു സേഫ് രീതിയിലുള്ളൊരു കളിയല്ലേ കളിക്കുന്നത്. പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? കാരണം ജയിലിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു റീസൺ വേണം. ആ റീസൺ വരുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും നമ്മൾ വാ തുറന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു റീസൺ മറ്റുള്ളവർക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പൊ പറയാനായിട്ടൊരു റീസൺ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ അതിനർത്ഥം. അക്ബറൊക്കെ അവിടെ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? അക്ബർ ഒരു തേങ്ങയും ചെയ്യുന്നില്ല. ഇപ്പൊ ആ ഒരു പാട്ട് പാടി, നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. ഈ സരിഗമപ്പൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അടിപൊളിയായിട്ട് പാട്ട് പാടും, നല്ല കിടിലൻ പാട്ടുകാരനാണ്. എനിക്ക് തോന്നുന്ന പാട്ട് ഷോ ഒക്കെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അല്ലാതെ ഒരു രീതിയിലുള്ള ഒരു ഗുണവും ഇല്ല. ജയിലിലൊക്കെ 3-4 തവണ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഗെയിം കളിച്ചാല് മാത്രമേ പ്രവേശിക്കാനായിട്ട് പറ്റുള്ളൂ. ഷാനവാസ് ഇതിപ്പോ ആദ്യത്തെ തവണയാണ്. ഷാനവാസ് ശരിക്കും ആ ഒരു ഹോട്ടൽ ടാസ്കിന്റെ ആ ഒരു സമയത്തൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇവരെ രണ്ടുപേരും ജയിലിൽ പ്രവേശിപ്പിക്കുമെന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് ലേറ്റ് ആയിപ്പോയി ഷാനവാസ് ഇത്തിരി. പക്ഷെ നല്ല മികച്ച ഗെയിമേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരും ജയിലിൽ പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു രീതിയിലുള്ള സംശയവും വേണ്ട. അറ്റ്ലീസ്റ്റ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെയാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെയാണ് എല്ലാ ആഴ്ചയും ജയിലിലേക്ക് പ്രവേശിപ്പിക്കുന്നതും പിന്നെ ലാലേട്ടം വന്ന് വയറ് നിറച്ച് കേൾപ്പിക്കുന്നതും. വേറെ ഭാഷകളിലൊക്കെ ആണെങ്കിൽ കളിക്കാതെ മിണ്ടാതെ പൂച്ചയെ പോലെ ഒതുങ്ങിയിരിക്കുന്നവരെയൊക്കെ ജയിലിലേക്ക് വിടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ പഴങ്ങളായിട്ടിരിക്കുന്നവരൊക്കെ സേഫ് ആയിട്ട് ഇങ്ങനെ പഴം കളിച്ച് തന്നെ 100 ദിവസവും നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.